പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ബ്രെയിൻ ഡ്രെയിൻ തിയറിയും ദാദാഭായ് നവറോജിയുടെയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് PV നരസിംഹറാവു ആണ്. ചാണക്യൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ഇന്ത്യയിലെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. ഇന്ത്യൻ തീവ്രവാദിക പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് തിലകാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി VK RV റാവു ആണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. INCയുടെ ആദ്യത്തെ പാഴ്സി മതക്കാരനായ പ്രസിഡന്റും ദാദാഭായ് നവറോജിയാണ്. സ്വദേശി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗ്രാമ സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണയുടെ രാഷ്ട്രീയ ഗുരുവാണ് MG റാനഡെ. മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയ ഗുരുവും ഗോപാലകൃഷ്ണ ഗോഖലെ തന്നെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ലിയോ ടാൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് രാജഗോപാലാചാര്യാണ്.